ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് KPST സ്വദേശ് മെഗാ ക്യൂസ് 2024-25 സബ് ജില്ലാതലം HS വിഭാഗത്തിൽ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ തൻ്റെ സംഗീത ഉപകരണമായ ഷഹനായി ഉപയോഗിച്ച് രാജ്യത്തെ അഭിവാദ്യം ചെയ്ത ആദ്യ ഇന്ത്യക്കാരനായ സംഗീതജ്ഞൻ ആര്? ബിസ്മില്ല ഖാൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇപ്പോഴത്തെ പരിശീലകനായി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? മനോലോ മാർക്സ്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളാണ് ഭേദഗതി ചെയ്യേണ്ടത്? 1-ാം ഷെഡ്യൂൾ. ആധുനിക ഇന്ത്യയിലെ പ്രഥമ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് സർദാർ KN പണിക്കർ വിശേഷിപ്പിച്ചതാരെ? ഗോപാലകൃഷ്ണ ഗോഖലെ. എൻ്റെ വീടിനു ചുറ്റും എല്ലാ നാട്ടിലെയും സംസ്കാരം കഴിയുന്നത്ര സ്വൈരമായും സ്വതന്ത്രമായും വീശുകയാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഏതെങ്കിലും ഒന്നിൻ്റെ വീശൽ എന്നെ അടിതെറ്റിച്ച് പറപ്പിച്ചു കളയാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആരുടെ വാക്കുകളാണിത്? ഗാന്ധിജി. 1897 ഒറീസയിലെ കട്ടക്കിൽ ജനനം. 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണിദ്ദേഹം? സുഭാഷ് ചന്ദ്രബോസ്. മണൽ, പൊടിക്കാറ്റ് എന്നീ ആഗോള ആഘാതങ്ങൾക്കെതിരെ പോരാടുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി 2024 UN പ്രഖ്യാപിച്ച ദിവസമേത്? ജൂലൈ 12. ഭരണഘടനാ നിർമ്മിതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയതെപ്പോൾ? 1949 സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ഭരണത്തിലുള്ള ദുഷ്പ്രഭുത്വം അവസാനിപ്പിക്കാൻ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാരും അടങ്ങുന്ന ഒരു റോയൽ കമ്മീഷനെ നിയമിക്കണം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിലെ ആദ്യ പ്രമേയമായിരുന്നു ഇത്. ഈ പ്രമേയം അവതരിപ്പിച്ചതാര്? ജി സുബ്രഹ്മണ്യ അയ്യർ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യ വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനം. 1894 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി രൂപം കൊടുത്ത രാഷ്ട്രീയ സംഘടന ഏത്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് എത്ര കാലമാണ് ഇന്ത്യയിൽ താമസിക്കേണ്ടത്? 5 വർഷം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർന്നു വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 5-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ ദേഹത്തിൽ അവതീർണമായ ഇറാനിന്റെ ആത്മാവ് ഫ്രഞ്ച് പണ്ഡിതനായ റൂസേ ഗ്രൂസെ ഇങ്ങനെ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? താജ്മഹൽ. വധശിക്ഷ ലഭിച്ച് കൊലമരത്തിലേക്ക് നടക്കുമ്പോൾ ആ ധീരദേശാഭിമാനി പറഞ്ഞു, അള്ളാഹു എനിക്ക് നീതി നൽകുക തന്നെ ചെയ്യും. ഹസ്രത്ത് എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന ഈ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? അഷ്ഫാഖുല്ലാ ഖാൻ. ബർദോളി സത്യാഗ്രഹത്തിലെ സംഘാടന മികവ് കണക്കിലെടുത്ത് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന വിശേഷം നൽകിയത് ആരാണ്? ഗാന്ധിജി. 1946 നവംബറിൽ രൂപീകൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആര്? ഉമ്മൻചാണ്ടി. ഇന്ത്യ എത്രത്തോളം ഒരു കാർഷിക രാജ്യമാണോ അത്ര കണ്ട് അത് നിർമാതൃ രാജ്യമാകും. അവളെ ഒരു കാർഷിക രാജ്യത്തിൻ്റെ സ്ഥിതിയിലേക്ക്
താഴ്ത്താൻ ഉദ്യമിക്കുന്നയാൾ അവളെ പരിഷ്കാരത്തിൻ്റെ അളവിൽ അധകരിക്കുവാൻ ഉദ്യമിക്കുകയാണ്. 1940 ബ്രിട്ടീഷ് പാർലമെന്റിൽ അന്വേഷണ കമ്മിറ്റി മുമ്പാകെ തെളിവ് കൊടുത്തു പറഞ്ഞ ചരിത്രകാരൻ്റെ വാക്കുകളാണിത്. ആരാണ് ഈ ചരിത്രകാരൻ? മൺഗോമറി മാർട്ടിൻ. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി എത്തിയ വർഷം 1893. ജവഹർലാൽ നെഹ്റു ഓണേഴ്സ് ബിരുദം നേടിയത് എവിടെ നിന്നാണ്? കാംബ്രിഡ്ജ്, 1907. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചതാര്? റാഷ് ബിഹാരി ബോസ്. ഗാന്ധിസം ഇൻ ദ ലൈറ്റ് ഓഫ് ഹീഗലിൻ ഡയലക്റ്റിക്. ഇത് ഒളിവിൽ കഴിയെ ധീരനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എഴുതിയ പ്രബന്ധമാണ്. ആരാണിദ്ദേഹം? സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്.